എറണാകുളത്തിന്റെ ടൂറിസം മാപ്പിൽ തിളങ്ങേണ്ട ഒന്നാണ് കാക്കനാട് കടമ്പ്രയാർ എക്കോ ടൂറിസം സെന്റർ. പക്ഷേ ഇപ്പോഴത് വലിയ നാശത്തിന്റെ വക്കിലാണ് കേട്ടോ. കടമ്പ്രയാറിന്റെ ഭംഗി ആസ്വദിക്കാനായി നിർമ്മിച്ച വാക്ക് വേ കാട് പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. രാത്രിയായാൽ സാമൂഹിക വിരുദ്ധരുടെ താവളം കൂടിയാണ് ഈ പ്രദേശം. പിന്നിൽ കാണുന്നത് ഒരു വനസംരക്ഷണ മേഖലയൊന്നുമല്ല, സർക്കാർ ചെലവിൽ കാലങ്ങൾക്ക് മുൻപ് പണിത ഒരു ടൂറിസം പദ്ധതിയാണ്. പേര് കടമ്പ്രയാർ. കൊച്ചി നഗരത്തിന് തൊട്ടടുത്ത് പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു വിനോദസഞ്ചാര കേന്ദ്രം. 2009 കടമ്പ്രയാർ എക്കോ ടൂറിസം പദ്ധതി വിഭാവനം ചെയ്തത് ഈ ലക്ഷ്യവുമായാണ്. ആദ്യ നാളുകളിൽ ഇവിടത്തേക്ക് സന്ദർശകരുടെ ഒഴുക്കായിരുന്നു. പുഴയോരത്തോട് ചേർന്നുള്ള 1.5 കിലോമീറ്റർ നീളമുള്ള നടപ്പാതയും തൂക്കുപാലവുമാണ് കടമ്പ്രയാറിന്റെ പ്രധാന ആകർഷണം. എന്നാൽ വേണ്ടത്ര പരിചരണം ഇല്ലാതായതോടെ പ്രദേശമാകെ കാട് കയറി. പതിയെ സന്ദർശകർ കുറഞ്ഞു. പ്രദേശം സാമൂഹിക വിരുദ്ധർ താവളമാക്കി. അങ്ങോട്ട് വാക്കുവേ അവിടെ മര്യാദയ്ക്ക് നേരം നടത്താൻ പാകത്തിനെന്ന് വെച്ചാൽ ടൈലിട്ടേക്കുക. പക്ഷെ ഇട്ടേക്കുന്ന രീതി കാണണം, ആർക്കോ വേണ്ടിയുള്ള രീതിയിൽ. കാരണം ആ രീതിയിലാണ് ടൈലിട്ടേക്കുന്നത്. പ്രോപ്പറായി പോയ ടൈലിംഗ് ഇല്ല, ചുറ്റും കാട്. അതിക്കൊണ്ട് നടക്കുന്ന പ്രത്യേകിച്ച് ആ ഭാഗത്ത് അവിടെ വൈകിട്ടൊക്കെ ആവുമ്പത്തേനും പിള്ളേർ വന്ന് ഇരിക്കുന്ന രീതി ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു പോവുക. കാരണം അത്രയും കാണാൻ പറ്റും ക്ലിയർ ആയിട്ട്. അത് പറഞ്ഞാൽ അവിടെ വേണ്ടാത്ത പരിപാടിയില്ല. ആ രീതി വെള്ളടി അത് മാത്രമല്ലാതെ വേറെ എല്ലാം പ്രവർത്തികളും അങ്ങനെയും വന്നിട്ടുണ്ട്. ഈ കാടും ഇതെല്ലാം കാരണമായിട്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ളതാണ് പദ്ധതി. കാട് വെട്ടിത്തെളിച്ച് വഴിവിളക്ക് സ്ഥാപിക്കണം, ശുചിമുറി അടക്കമുള്ള അടിസ്ഥാനങ്ങളും പോലീസ് എയ്ഡ് പോസ്റ്റും വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. സാധാരണക്കാർക്ക് ഇത് മോശമായ രീതിയിലാണ് പോണത്. ഇത് നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ ഇത് ഇവിടുന്ന് ബോട്ട് സർവീസും ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് നടത്താൻ പറ്റും. ശല്യം കൂടുന്നുണ്ട്. കാലത്ത് തന്നെ പിള്ളേർ ഒരു രാത്രി ഒത്തിരി താമസിച്ചിട്ടാണ് പോണത്. നാട്ടുകാർക്ക് ഇതിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തേത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കൊണ്ടു നടക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം. വലിയ ആഘോഷങ്ങളോടുകൂടിയാണ് കടമ്പ്രയാർ എക്കോ ടൂറിസം പദ്ധതിക്ക് വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ എക്കോ ടൂറിസം പദ്ധതിയുടെ അവസ്ഥ തികച്ചും ശോചനീയമാണ്. ഇനിയും അധികാരികൾ കണ്ണടച്ചാൽ നഷ്ടപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ തന്നെ ഒരു ടൂറിസം മേഖലയായിരിക്കും. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അലുഷ്യനോടൊപ്പം ഇസത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.